ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാസ്പേസ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഒരുപാട് മാച്ച് ചെയ്യാൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായില്ല. കോളേജിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ മാച്ചസിൻ്റെ ഒക്കെ ഒരു ഓവർവ്യൂ ആണ് ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നടന്ന മാച്ച് എന്ന് പറഞ്ഞാൽ നോർവേ വേഴ്സസ് ഐവറി കോസ്റ്റ് ആണ്. 2-1 എന്ന് പറഞ്ഞ സ്കോർ ലൈനിലാണ് നോർവേ കളി ജയിക്കുന്നുണ്ടായിരുന്നത്. എർലിംഗ് ഹാലൻഡ് ആണ് നോർവേക്ക് വേണ്ടി ആ വിന്നിംഗ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ കളിയിലേക്ക് വരുന്ന സമയത്ത് അമാദ് ഡിയാലിൻ്റെ ഒരു കിടിലൻ ഗോൾ കാണുന്നുണ്ട്. ഒരുപാട് പേരെ കട്ട് ചെയ്ത് പോയിട്ട് കിടിലൻ ഗോൾ ഐവറി കോസ്റ്റിന് വേണ്ടി അമാദ് ഡിയാൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നുസൈൻ്റെ ഒരു കിടിലൻ ഗോൾ ആ മാച്ചിലുണ്ടായിരുന്നു. ഒരു കിടിലൻ കളറിലൂടെയാണ് നുസ ഗോൾ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ എർലിംഗ് ഹാലൻഡിന്റെ ഗോളിലാണ് നോർവേ അഡ്വാൻസ് ചെയ്യുന്നത്. ബ്രസീലാണ് റൗണ്ട് ഓഫ് 16 നോർവേന്റെ എതിരായിട്ട് വരുന്നത്. അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് വേഴ്സസ് സ്വീഡൻ ആണ്. 3-0 എന്ന് പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയ സ്കോർ ലൈനാണ് ഫ്രാൻസ് ആ കളി ജയിക്കുന്നത്. ആ കളിയിൽ ഒലീസ കിടിലായിട്ടാണ് കളിച്ചത്. രണ്ട് അടിപൊളി അസിസ്റ്റ് ഉണ്ടായിരുന്നു. ആ അസിസ്റ്റിൽ നിന്ന് എംബാപ്പയും ബാർക്കോളയും ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഒലീസിന്റെ ഒരു അടിപൊളി ബൈസിലേക്ക് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അത് പോസ്റ്റിലോട്ട് പോവാണ്. അങ്ങനെ ഫ്രാൻസ് കംഫർട്ടബിൾ ആയിട്ട് ആ മാച്ച് ജയിക്കുകയാണ്. ഇന്നലത്തെ മാച്ചിൽ സ്പെയിന് ഓസ്ട്രിയനെ 3-0 തന്നെ സ്കോറായി തോൽപ്പിക്കുന്നുണ്ട്. സ്പെയിന്റെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഒയർസബാൾ 2 ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, കുക്കുറെ 2 അസിസ്റ്റും കൊടുക്കുന്നുണ്ട്, അതേപോലെ പെഡ്രോപോറിന് ഒരു ഗോൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡൊമിനന്റ് പെർഫോമൻസിന് ശേഷം സ്പെയിൻ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുകയാണ്. അടുത്ത കളിനെ പറ്റി പറയുകയാണെങ്കിൽ മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ 2-0 എന്ന് പറഞ്ഞ ഒരു കംഫർട്ടബിൾ ആയ സ്കോർ ലൈനാണ് മെക്സിക്കോ കളി അഡ്വാൻസ് ചെയ്യുന്നത്. ക്യൂനോനസും അതേപോലെ തന്നെ റൗൾ ജിമിനസും ആണ് 2 ഗോൾ സ്കോർ ചെയ്യുന്നത്. കളിന്റെ അവസാനത്തേക്ക് ആകുന്ന സമയത്ത് ഇക്വഡോറിന്റെ പ്ലെയറായ ഹിൻകാപ്പിക്ക് റെഡ് കാർഡ് നമ്മൾ കണ്ടതാണ്. കോൺഫറൻഷ്യൽ സിറ്റുവേഷനിൽ മൗത്ത് കവർ ചെയ്തതിനാണ് പുള്ളിക്കാരൻ റെഡ് കാർഡ് കിട്ടുന്നത്. റൗണ്ട് ഓഫ് 16 മെക്സിക്കോന്റെ ഒപ്പണായിട്ട് വന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് ഡി ആർ കോങ്കോ മത്സരം ഒരു അടിപൊളി മത്സരമായിരുന്നു. ഡി ആർ കോങ്കോ നല്ല രീതിക്ക് തന്നെയാണ് ആ മാച്ച് കളിച്ചത്. ഒരു ഗോൾ അടിച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ സിറ്റ് ബാക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാൻസ് ഉള്ള സമയത്ത് കൗണ്ടർ ചെയ്യാനും കോങ്കോക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഹാരി കെയ്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് 2 കിടിലൻ ഗോൾ സ്കോർ ചെയ്തിട്ടാണ് ഇംഗ്ലണ്ടിനെ അഡ്വാൻസ് ചെയ്യുന്നത്. ആ രണ്ടാമത്തെ ഗോളൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് പോയില്ല ഗോൾ കയറുന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പുള്ളിക്കാരൻ ഗോൾ സ്കോർ ചെയ്യുന്നത്. അടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സെനഗൽ വേഴ്സസ് ബെൽജിയം 85 മിനിറ്റ് വരെ 2-0 എന്ന് പറഞ്ഞ സ്കോറിൽ സെനഗൽ മുമ്പിലായിരുന്നു. അതിനുശേഷം ബെൽജിയം കംബാക്ക് അടിച്ച് കളി ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് 65 മിനിറ്റ് ആയ സമയത്ത് കളി നിർത്തി വെച്ച് സെനഗൽ എന്തായാലും ജയിക്കുന്ന വെച്ച് കിടന്നുറങ്ങിയാണ്. അതിന് ശേഷമാണ് ബെൽജിയം ഇത്രയും അടിപൊളി കംബാക്ക് അടിച്ചിട്ട് കളി തിരിച്ചടിക്കുന്നത്. ഈ മാച്ച് കാണാൻ വരുന്നത് ഭയങ്കര നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും കിടിലൻ മാച്ച് ആയിരുന്നു, അത് ഞാൻ മിസ് ചെയ്ത്. അപ്പോൾ ബെൽജിയത്തിന് റൗണ്ട് ഓഫ് 16 ഓപ്പണറായിട്ട് വന്നിട്ടുണ്ട് USA ആണ്. അപ്പോൾ ആ കളി ഞാൻ കണ്ടില്ല. USA 2-0 എന്ന സ്കോർ ലൈനിലാണ് ആ കളി ജയിക്കുന്നത്. ബോസ്നിയയും USA മാച്ച്. അപ്പോൾ കളി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ. ഞാൻ ഈ വേൾഡ് കപ്പിൽ കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് സെക്കൻഡ് ഹാഫ് മാച്ചാണ് എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയത്. 2-1 എന്ന സ്കോർ ലൈനിലാണ് പോർച്ചുഗൽ ഇന്നലെ വിജയിക്കുന്നത്. അപ്പോൾ കളിയിൽ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് ക്രൊയേഷ്യ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൊണാൾഡോ ഒരു പെനാൽറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ട് വേൾഡ് കപ്പിൽ ഫസ്റ്റ് നോക്കൌട്ട് ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് പോർച്ചുഗലിന് ഒപ്പെത്തിക്കാണ്. അപ്പോൾ അതിന്റെ മുമ്പ് റൊണാൾഡോ ഒരു കിടിലൻ ഗോൾ അടിക്കുന്നുണ്ട്, പക്ഷെ അത് ഓഫ് സൈഡ് ആയി പോവാണ്. അതേപോലെ ക്രൊയേഷ്യ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്, അതും ഓഫ് സൈഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ റൊണാൾഡോനെ പിൻവലിച്ചിട്ടാണ് ഗോൺസലോ റാമോസിനെ പോർച്ചുഗൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗോൺസലോ റാമോസിന്റെ ഒരു ഹെഡറിലാണ് പോർച്ചുഗൽ അങ്ങനെ വിന്നിംഗ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഈ കളിയിൽ ഇഞ്ചുറി ടൈമിലാണ് ഈ മാച്ചിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ട് മൊമെന്റ് നടന്നത്. 10 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 12 മിനിറ്റ് ആയ സമയത്ത് ക്രൊയേഷ്യ ഗോൾ അടിക്കുകയാണ്. അപ്പോൾ കളി സീലായി അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സമയത്താണ് അത് ഓഫ് സൈഡ് വിളിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഡ്രമാറ്റിക് മൊമെന്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കളി കണ്ടുകൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഗോൾ ആകുന്ന സമയത്ത് ഞങ്ങളെ കൊച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അത് ഓഫ് സൈഡ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ മാച്ച് ജയിച്ചതോടുകൂടി പോർച്ചുഗൽ റൗണ്ട് ഓഫ് 16 അഡ്വാൻസ് ചെയ്യുകയാണ്. സ്പെയിനാണ് റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിന് എതിരാളിയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നടന്ന വേറൊരു മാച്ച് എന്ന് പറഞ്ഞാൽ അൾജീരിയ വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ആണ്. അപ്പോൾ ആ മാച്ച് മുഴുവനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഇവിടെയും കുറച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ മാച്ചിൽ സ്വിറ്റ്സർലാൻഡ് 2-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിന് ജയിക്കുകയാണ്. അപ്പം ഗാന വേഴ്സസ് കൊളംബിയ മാച്ചിൽ ജയിക്കുന്ന ആളാണ് സ്വിറ്റ്സർലൻഡിന്റെ ഓപ്പണന്റ് ആയിട്ട് റൗണ്ട് ഓഫ് 16 വരുന്നത്. ഇന്നലത്തെ മാച്ചോടുകൂടി അങ്ങനെ റിയാദ് മെഹ്റസ് ഇന്റർനാഷണൽ ഫുട്ബോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അതേപോലെ ലൂക്കാ മോഡ്രിച്ചിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കുന്നത് നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ മാച്ചസ് ഒക്കെ കണ്ടവരാണ്. നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.